ഹലോ വെൽക്കം ടു ഡി എ സൊല്യൂഷൻ സാക്കിയ ട്യൂട്ടോറിയൽ. ഈ വീഡിയോയിൽ നമുക്ക് സാക്കിയ പി ഒസിൻ്റെ സെറ്റിങ്സും ഷോർട്ട് കട്ട്സും നോക്കാം. ഈ ത്രീ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റിങ്സ് എന്ന് കാണാം. ഫസ്റ്റ് തന്നെ ലേ ഔട്ട് ടൈപ്പാണ്, ടച്ച് വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. അടുത്ത് ക്ലിയർ സെർച്ച് എനേബിൾ ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് യൂസറിന് വേണ്ടിയുള്ള എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ഐറ്റം ടൈൽ സൈസാണ് വരുന്നത്, സ്മോൾ മീഡിയം ലാർജ് വരുന്നുണ്ട്. അത് തന്നെ കാർട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. തീം സെലക്ട് ചെയ്യാൻ പറ്റും, ലൈറ്റും ഡാർക്കും വരുന്നുണ്ട്. അടുത്ത കസ്റ്റമർ ഫേസിങ് ഡിസ്പ്ലേൻ്റെ ഫോണ്ടാണ് ചൂസ് ചെയ്യാനുള്ളതാണ്. അടുത്ത സ്ക്രോൾ ബാർ എനേബിൾ ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ കീപാഡ് എനേബിൾ ചെയ്യാൻ നമുക്ക് ഇപ്പോൾ ടച്ച് സ്ക്രീൻ ആണെങ്കിൽ കീപാഡ് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത പ്രിഫറൻസിൽ വന്നാൽ നമുക്ക് ലാംഗ്വേജ് വരുന്നുണ്ട്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, തെലുങ്ക്, ഒരുപാട് ലാംഗ്വേജസ് വരുന്നുണ്ട്. റഷ്യൻ, സ്പാനിഷ്, ഫ്രഞ്ച് ഒക്കെ വരുന്നുണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ്റെ എൻഡിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് ചൂസ് ചെയ്യാനുള്ളതാണ്. പ്രിൻ്റ് റെസിപ്റ്റ് ഉണ്ട്, PDF ഉണ്ട്, PDF എക്സൽ വരുന്നുണ്ട്. അടുത്ത് പ്രിൻ്റർ എനേബിൾ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ തെർമൽ പ്രിൻ്റ് എനേബിൾ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ പ്രിൻ്റ് ഏതാണോ ചൂസ് ചെയ്യുക, അതിൻ്റെ എത്ര ഇഞ്ചസ് ആണ് അതിൻ്റെ പേപ്പർ സൈസ് വരുന്നത് ചൂസ് ചെയ്തെടുക്കാം. പേയ്മെൻറ്റ് ടെർമിനൽ എനേബിൾ ചെയ്യാനുള്ളതാണ്. വെയിറ്റ് സ്കെയിൽ ഉണ്ട്, പോൾ ഡിസ്പ്ലേ വരുന്നുണ്ട്, ക്യാഷ് ഡ്രോയർ വരുന്നുണ്ട്. അടുത്ത് നമുക്ക് ഷോർട്ട് കട്ട് കീസ് നോക്കാം. ഈ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് പോയാൽ ഷോർട്ട് കട്ട്സ് എന്ന് കാണാം. നമുക്ക് ഓരോരോ മൊഡ്യൂളായിട്ട് ഷോർട്ട് കട്ട് കീസ് കാണാം. ജനറൽ ആയിട്ടുള്ള ഷോർട്ട് കട്ട് കീസ് വരുന്നുണ്ട്. സെയിൽസ് ഓപ്ഷനിൽ സെയിൽസിൻ്റെ ഷോർട്ട് കട്ട് കീസ്, ബിൽസ്, കാർട്ട്, ഗോ ടു മൊഡ്യൂള്, ടെൻഡർ, സെഷന്, ക്രിയേറ്റ് ആക്ഷന്, നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട് കീസ് വരുന്നുണ്ട്. ഓരോരോ മൊഡ്യൂളായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുമല്ല നമുക്ക് ഈ ഷോർട്ട് കട്ട് കീസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്യാഷ് ഇൻ എന്നുള്ളത് ഷിഫ്റ്റ് F7 ആണ് വരുന്നത്. നമുക്കത് നമ്മൾ ബാക്ക് എൻഡിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് സെയിൽസ് ചാനൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ എന്ന് കാണാം. അതിൽ വിൻഡോസ് POS കീ ഷോർട്ട് കട്ട്സ് കാണാം. ഇവിടെ നമുക്ക് ഏത് ഷോർട്ട് കട്ട് കീ ആണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഷോർട്ട് കട്ട് കീ എടുത്താൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവോയ്സിൻ്റെ ഈ ഒരു ഷോർട്ട് കട്ട് കീ ആണ് Shift+Ctrl+R എന്ന് വരുന്നത്. ഇത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു കീസ് ഇപ്പോൾ ഷിഫ്റ്റ് ആണ് വരുന്നത്, ഫസ്റ്റ് ഷിഫ്റ്റ് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൺട്രോൾ വരുന്നത് കൺട്രോൾ എൻ്റർ ചെയ്യുക. ആ ഒരു രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഷോർട്ട് കട്ട് കീ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു POസിൻ്റെ ഷോർട്ട് കട്ട് കീസും സെറ്റിങ്സും നമുക്ക് എഡിറ്റ് ചെയ്യാനും എനേബിൾ ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു.